പരിണയം മറ്റാരും ആയിരുന്നില്ല. ആ സമയം ഫോൺ വിളിച്ചത് പ്രിയങ്കയായിരുന്നു. ഏറെ നേരമായിട്ടും അനിനെ കോളെടുക്കുന്നില്ല എന്ന് കണ്ടതും അക്ഷതിന്റെ മുഖം കൂടുതൽ ചുളിഞ്ഞു. ഓഫീസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? സോറി ഏട്ടാ, ഞാൻ ഫോൺ സൈലന്റിലിടാൻ മറന്നുപോയതാ. അതും പറഞ്ഞുകൊണ്ട് അനിനെ പെട്ടെന്ന് ഫോൺ സൈഡിലേക്ക് ഞെക്കി കട്ടാക്കി. എന്നാൽ അവൾ കട്ട് ചെയ്ത അതേ വേഗത്തിൽ തന്നെ പ്രിയങ്ക വീണ്ടും വിളിച്ചത് അനിനെ ആകെ പരിങ്ങിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ആ കോൾ അറ്റൻഡ് ചെയ്യുക. എമർജൻസി ആയതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? അക്ഷിതിന്റെ സ്വരം കൂടുതൽ പരിക്കനായി അവളുടെ കാതിൽ പതിഞ്ഞു. അനന്യയുടെ മുഖത്തെ കള്ളത്തരം കണ്ടതും അക്ഷിതിന് എന്തൊക്കെയോ സംശയം തോന്നി. അവൻ വേഗം തന്നെ അവളുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഒന്ന് മുഖമുത്തിച്ചു നോക്കിയതും കണ്ടു സ്ക്രീനിൽ സേവ് ചെയ്തിരിക്കുന്ന പേര് പ്രിയങ്ക. പ്രിയങ്ക എന്തിനാ നിന്നെ ഈ സമയത്ത് വിളിക്കുന്നത്? നീ ഇപ്പോൾ ഓഫീസിലായിരിക്കുമെന്ന് അവൾക്കറിയാവുന്നതല്ലേ? അത് ഏട്ടാ, അതവൾ എന്തെങ്കിലും അത്യാവശ്യം അല്ല, വെറുതെ വിളിക്കുന്നതാവും. എങ്കിൽ പിന്നെ കോൾ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് സ്പീക്കറിലിട്ടെ. പറ്റില്ലേട്ടാ, അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ കോൾ കട്ട് ചെയ്യ്, അല്ലെങ്കിൽ എടുത്തിട്ട് അവളോട് പറയുക പിന്നീട് വിളിക്കാന്ന്. പക്ഷെ അനന്യയുടെ വിക്കലും വിറയലും കണ്ടപ്പോൾ തന്നെ അക്ഷിതിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായ മട്ടാണ്. തട്ടിപ്പറിക്കും പോലെ അനന്യയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി പ്രിയങ്കയുടെ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലേക്ക് ഇട്ടുവെച്ച അക്ഷിത് ഞൊടിയിടയിലായിരുന്നു അതെല്ലാം സംഭവിച്ചത്. അനന്യയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പേ തന്നെ ഫോൺ അക്ഷിത് കൈക്കലാക്കിയിരുന്നു. അനു, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? സത്യം പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ ഇരിക്കപ്പുറതിയില്ല. എന്തായി? അക്ഷി ആ ഇരണം കെട്ടോളെ അടിച്ച് പുറത്താക്കിയോ? മറുഭാഗത്തു നിന്നുള്ള പ്രിയങ്കയുടെ ചോദ്യം കേൾക്കെ അനന്യയുടെ ആരോഗ്യയുടെ മുഖം ഒരുപോലെ വിളറി. ഫോണിൽ കൂടി പ്രിയങ്ക തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്. ആരോഗ്യ കണ്ണു ചുരുക്കി അനന്യയെ നോക്കി. എന്താ അനു നീ മിണ്ടായിരിക്കുന്നേ? അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുമ്പോഴേക്കും നീ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അതോ നീ എന്തെങ്കിലും ജോലി തിരക്കിലാണോ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയേ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫയലൊക്കെ നീ എന്തായാലും മാറ്റിയില്ലേ? അതുകൊണ്ട് ഉറപ്പായി അക്ഷരി ഇനി അവളെ ആ കമ്പനി വെച്ച് വാഴിക്കില്ല. പിന്നെ അവളല്ല ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു CCTV ഫൂട്ടേജ് പോലും നീ ബാക്കി വെച്ചിട്ടില്ലല്ലോ. എന്തായാലും നീ മിടുക്കിയ. ഇന്ന് എൻ്റെ വക നിനക്കൊരു ട്രീറ്റ് ഉണ്ട്, ഹോട്ടൽ ബ്ലൂ മൂണിൽ വെച്ച്. അതും കൂടി പറയാനാ ഇപ്പൊ നിന്നെ വിളിച്ചത്. ഹലോ. താൻ ഇത്ര സന്തോഷത്തോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അനന്യ തിരിച്ചു മറുപടിയൊന്നും പറയുന്നില്ലെന്നറിയേ പ്രിയങ്കയ്ക്കൊരു വല്ലായ്മ തോന്നി. എന്തു പറ്റിയാനു നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ മിണ്ടിയാ മതിയോ? അക്ഷയ് പ്രിയങ്കയോട് ചോദിച്ചപ്പോൾ അനന്യ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അതീവ ദേഷ്യത്തോടെയുള്ള അക്ഷതിന്റെ സ്വരം പ്രിയങ്കയുടെ കാതിലേക്ക് പതിഞ്ഞപ്പോൾ ഒരു ഉൾക്കിടലത്തോടെ നിന്നുപോയി പ്രിയങ്ക. അധികം ആലോചിക്കാതെ പ്രിയങ്ക പെട്ടെന്ന് തന്നെ ആ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും അവൾക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ആരെയാണോ താൻ ഏറെ ഭയന്നത്, ആരിൽ നിന്നാണോ ഇതെല്ലാം ഒളിപ്പിക്കാൻ ശ്രമിച്ചു വെച്ചത്, അയാളാണ് ഇതെല്ലാം കൃത്യമായി അറിഞ്ഞത് എന്നോർക്കെ പ്രിയങ്കയ്ക്ക് വല്ലാത്ത കുറ്റബോധവും ദേഷ്യവും അമർഷവും എല്ലാം തോന്നി. അതോടൊപ്പം തന്നെ അനന്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ട് യാതൊരു എത്തും പിടിയും കിട്ടാതെ പ്രിയങ്ക ദേഷ്യത്തോടെ സോഫയിലേക്ക് ഇരുന്നു പോയി. അതേസമയം അക്ഷതിന്റെ അടുത്ത നീക്കം എന്താകുമെന്നറിയാതെ ഭയപ്പോടെ നിൽക്കുകയാണ് അനന്യ. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഏട്ടാ, ഞാൻ ഞാനെല്ലാം പറയാം. അനന്യ പറഞ്ഞു തുടങ്ങും മുന്നേ തന്നെ അക്ഷതിന്റെ അടി അവളുടെ കവിളിൽ വീണിരുന്നു. തോന്നിയവാസം കാണിച്ചിട്ടെന്ന് ന്യായീകരിക്കുന്നുടി. അക്ഷതിന്റെ ഈ വക പ്രവൃത്തികളൊക്കെ അല്പം ഭയത്തോടെ കണ്ടുനിന്നെങ്കിലും ആരുഹിക്ക് അതോടൊപ്പം തന്നെ ആശ്വാസവും തോന്നി. കാരണം താൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന നിമിഷമാണിത്. ആരോഹി കലിയോടെ അനന്യയെ നോക്കി. അനന്യയ്ക്കൊരു അടി കൊടുക്കണമെന്ന് ആരുഹിയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും അക്ഷയുടെ പെങ്ങളാണ് അനന്യ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ഒന്നടങ്ങി. അക്ഷയ് അടുത്തായി എന്താവും ചെയ്യാൻ പോകുന്നത് എന്നറിയുവാനേ ആകാംക്ഷയോടെ നിന്നു ആരോഹി. പറയും അനന്യ, എനിക്കറിയണം. ഇന്നലെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്കറിയണം. പിന്നെ ഈ കാര്യത്തിൽ പ്രിയങ്കയുടെ റോൾ എന്താണ് അതും നീ തന്നെ പറയണം. പ്രിയങ്ക എന്തായാലും ഞാൻ നേരി കാണുന്നുണ്ട്. പക്ഷെ നിന്റെ നാവിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞ ശേഷം വേണം എനിക്ക് അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. അതുകൊണ്ട് കാര്യങ്ങൾ ഓരോന്നായി നീ ആയിട്ട് തന്നെ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. അതല്ലെങ്കിൽ നിനക്കറിയാലോ എൻ്റെ സ്വഭാവം. വേണ്ടി വന്നാൽ
നിന്നെക്കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്നും എനിക്കറിയാം. അതുകൊണ്ട് കൃത്യമായി ഇന്നലത്തെ കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇന്നോളം ഞാൻ കണ്ടിട്ടില്ലാത്ത അത്രയും ദേഷ്യത്തിൽ അക്ഷി നിൽക്കുന്നത് കണ്ടതും അനന്യയ്ക്കും വെപ്രാളം കൂടി. ഒരുപക്ഷെ ഏട്ടൻ തന്നെ തല്ലുന്നതിനേക്കാൾ ഉപരി കൊന്നു കളയുമോന്ന് പോലും അവൾ ഭയപ്പെട്ടു. ഏട്ടാ, ഞാൻ എല്ലാം പറയാം. ഇനി ഏട്ടൻ എന്നെ തല്ലരുത്. അക്ഷയുടെ ഒരടിയിൽ തന്നെ ചുവന്നു വീങ്ങിയ കവളിൽ വേദനയോടെ കൈചേർത്ത് നിൽക്കുകയായിരുന്നവൾ. ഏട്ടൻ പിന്നെ കാര്യം വീട്ടിൽ ആരോടും പറയരുത്. അച്ഛനോടും അമ്മയോടും. അനന്യ പറഞ്ഞു തുടങ്ങിയതും അക്ഷയ് അവളെ കൈ ഉയർത്തി തടഞ്ഞു. അതൊക്കെ എന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ വറീഡാവാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തപ്പോ ഈ അച്ഛനെയും അമ്മയൊന്നും ഓർത്തില്ലായിരുന്നല്ലോ. അക്ഷയുടെ ആ ചോദ്യത്തിന് മറുപടിയില്ലാതെ നിന്നു അനന്യ. നോക്കനന്യ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു. അതിനൊരു മറുപടി എനിക്ക് കിട്ടിയേ തീരൂ. അതിന് ശേഷമാകാം നിന്റെ ഈ മൗനവ്രതമൊക്കെ. ഏട്ടാ, ഏട്ടനും ഈ നിൽക്കുന്ന ആരോഗ്യം തമ്മിൽ അരുതാത്ത എന്തോ ബന്ധമുണ്ടെന്നാണ് പ്രിയങ്ക ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുപ്രകാരം അനന്യ പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ കേട്ടതും ആരോഗ്യ വെപ്രാളത്തോടെ അക്ഷയുടെ മുഖത്തേക്ക് നോക്കി. ആ സമയം അവന്റെ നോട്ടവും ആരോഗ്യയിലേക്കായിരുന്നു. അപ്പോഴേക്കും അനന്യ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതോടെ ഇരുവരും അനന്യെ കേൾക്കാനായി അവളുടെ നേർക്ക് നോട്ടം അയച്ച് അക്ഷമയോടെ കാത്തുനിന്നു. അതുകൊണ്ട് പ്രിയങ്കയ്ക്ക് ആരോഗ്യയെ എങ്ങനെയും ഈ ഓഫീസിൽ പറഞ്ഞു വിടണമെന്നായി ആഗ്രഹം. അങ്ങനെ ഞാനിന്നലെ നന്ദകിഷോറിന്റെ ക്യാബിനിൽ ചെല്ലുമ്പോഴാണ് ഏട്ടൻ നന്ദകിഷോറിനെ വിളിച്ചത്. അപ്പോഴാണ് ഫയൽ ആരോഗ്യയുടെ ക്യാബിനിലേക്ക് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞതും. അങ്ങനെ ഞാനും പ്രിയങ്കയും ചേർന്ന് കളിച്ച ഒരു കളിയായിരുന്നിത്. പേടിയോടെയാണെങ്കിലും ഒരുവിധം പറഞ്ഞൊപ്പിച്ച അനന്യ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ മനസ്സിൽ കണ്ട പ്ലാനാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ പ്യൂൺ രവിയെ സ്വാധീനിച്ച് ഞങ്ങൾ ആ ഫയൽ മാറ്റി. നന്ദകിഷോർ കൊടുത്തുവിട്ട റെഡ് ഫയൽ മാറ്റി പ്യൂണിന്റെ കയ്യിൽ ഞാൻ ഫയൽ റൂമിൽ നിന്നും എടുത്ത് മറ്റൊരു ഫയൽ ഏൽപ്പിച്ചു. ആ ബ്ലൂ ഫയലാണ് അയാൾ ആരോഗ്യയ്ക്ക് കൊടുത്തത്. പിന്നീട് അയാൾ ക്യാബിനിൽ വന്നതിൻ്റെ CCTV വിഷ്വൽസ് എല്ലാം ഞാൻ എറേസ് ചെയ്തു. ഓഫീസിലെ മെയിൻ ഏരിയകളിലെ CCTV കണക്ഷൻസ് കുറച്ച് സമയത്തേക്ക് കട്ട് ചെയ്തു. പറഞ്ഞു നിർത്തിയതും അക്ഷയുടെ കൈകൾ കൂടുതൽ ശക്തിയോടെ അനന്യയുടെ കവിളിലേക്ക് വീണ്ടും പതിഞ്ഞു. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും നിനക്ക് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ എങ്ങനെ ധൈര്യം വന്നു അനന്യ? ആ, എന്നേലും ഒരിക്കൽ ഞാനിതൊക്കെ കണ്ടുപിടിക്കുമെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എന്തായാലും നീ ഈ ചെയ്ത ചതിയുടെ പേരിൽ കമ്പനി നിനക്കെതിരെ ആക്ഷൻ എടുക്കും. പിന്നെ ആരോഗ്യയ്ക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്തായിരിക്കും ഞങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. യാതൊരു ദാക്ഷിണ്യമില്ലാതെ അക്ഷി പറഞ്ഞു നിർത്തി. ഏട്ടാ, പ്ലീസ് ഏട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഏട്ടാ. ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്ക്. അനന്യ അക്ഷതനോട് കെഞ്ചി പറഞ്ഞു. ആഹാ, ഇത്രയും പ്ലാൻ ചെയ്ത് ഒരു കുറ്റകൃത്യം എക്സിക്യൂട്ട് ചെയ്തിട്ട് അബദ്ധം പറ്റിയതാണെന്നോ? ഞാനൊരു ഫൂളാണെന്ന് കരുതിയോ നീ? ഈ ഒരു തവണത്തേക്കെന്നല്ല, ഇനി ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. നിന്റെ ലാസ്റ്റ് വാണിംഗ് ഒക്കെ എന്നേ കഴിഞ്ഞതാണ്. പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ ബിഹേവ് ചെയ്യേണ്ട രീതിയും പാലിക്കേണ്ട റൂൾസിനെ പറ്റി. അന്നും ഇന്നും അതൊന്നും മുഖവിലേക്കെടുക്കാതെ തന്നെ ഇഷ്ടപ്രകാരം നീ ഓരോന്ന് കാട്ടിക്കൂട്ടിയതിന് ഇനിയും ഞാൻ നിനക്ക് അവസരം തരണോ? പറ്റില്ല. എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വെക്കൂ. ബാക്കി ചർച്ചകളൊക്കെ ഞാൻ അവിടെ വന്ന ശേഷമാകാം. ഏട്ടാ, പ്ലീസ് ഏട്ടാ. അക്ഷി തന്നെ എന്നേക്കുമായി പറഞ്ഞു വിടുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനന്യ അക്ഷയുടെ കാലുകളിലേക്ക് വീഴാൻ തുടങ്ങിയതും അക്ഷി രണ്ടടി പിന്നോട്ട് നീങ്ങി നിന്നു. അലറും പോലെ അവൻ അവളെ പുറത്താക്കി. എന്നിട്ടും അനന്യ പോകാൻ കൂട്ടാക്കാതെ നിന്നതും അവന്റെ ശബ്ദം 8 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ ആ റൂമിൽ പ്രതിധ്വനിച്ചു. ഐ സെഡ് ഗെറ്റ് ഔട്ട്. അക്ഷി ഉറക്കെ പറഞ്ഞതും നിലത്തേക്കിരുന്ന അനന്യ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുന്ന വഴി അവിടെ കൈകെട്ടി അനന്യയെ തന്നെ നോക്കി നിന്ന ആരോഗ്യയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കാനും അവൾ മറന്നില്ല. CCTV ടെക്നീഷ്യനും റൂം വിട്ടു പോയതിനു ശേഷം ആ ക്യാബിനിൽ അക്ഷിതും ആരോഗ്യയും മാത്രമായി ഒതുങ്ങി. അവിടെ നിന്ന് ആരോഗ്യ ഒരു നോട്ടം കൊണ്ടുപോലും ഗൗനിക്കാതെ അക്ഷി നേരെ അവന്റെ ചെയറിലേക്ക് പോയിരുന്നു. അവന്റെ ഉള്ളിലെ ദേഷ്യവും അമർഷവും ഇപ്പോഴും മാറിയിരുന്നില്ല. സ്വന്തം സഹോദരിയിൽ നിന്നാണ് ഇത്രയും വലിയ ചതി നേരിടേണ്ടി വന്നത്. അതിന്റെ വിഷമം അക്ഷിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷമത്തേക്കാൾ ഏറെ
അവനിൽ മുന്നിട്ട് നിന്ന വികാരം ദേഷ്യമായിരുന്നു എന്ന് മാത്രം. ആരോഹി അക്ഷയ്ക്ക് മുൻപിൽ തന്നെ കൈ കെട്ടി അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഉം നീ എന്താ എന്റെ ചന്തം കാണാൻ നിൽക്കുവാണോ ഇവിടെ? പിന്നെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സാധനം. അതിന് ഇയാൾക്ക് എവിടെ ഇരിക്കുന്ന സൗന്ദര്യം? ആരോഹി മനസ്സിൽ പിറുപിറുത്തു. പക്ഷെ അക്ഷയ് അത് കൃത്യമായി കേട്ടിട്ടുണ്ടായിരുന്നില്ല. വല്ലതും പറയാനുണ്ടെങ്കിൽ ഉറച്ചു പറയണം. അല്ലാതെ ചുണ്ടിനടി വെച്ച് പിറുപിറുത്ത് മേലിൽ എന്റെ മുമ്പിൽ നിന്ന് ഇതുപോലെ സംസാരിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണിത്. എന്റെ കാര്യത്തിൽ ഇനി എന്താണ് സാറിന്റെ തീരുമാനം? അക്ഷയെ നോക്കി രൂക്ഷമായ സ്വരത്തിൽ ആരോഹി ചോദിച്ചു. ഒരു വേള അക്ഷയുടെ നോട്ടം ആരോഹിയിലേക്ക് തന്നെ നീണ്ടു. എന്ത് തീരുമാനം? താൻ എന്തായാലും ചെയ്തു വെച്ചതിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. ആരോഹി അക്ഷി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാത്തതുപോലെ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. സാറിന്റെ ഉദ്ദേശിച്ചേ എനിക്ക് മനസ്സിലായില്ല. അവൾ പറഞ്ഞു. ഞാൻ തനിക്ക് വ്യക്തമാകുന്ന രീതിയിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഈ ഓഫീസിൽ കുറച്ചധികം റൂൾസ് ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മതി എനിക്കിവിടെ വർക്കേഴ്സായിട്ട്. ക്യാബിൻ ഡോർ ലോക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്ന് കമ്പനി റൂൾസിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ആരോഹി ആ റൂള് ബ്രേക്ക് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചത്. അക്ഷി പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ കണ്ണു ചുരുക്കി അവനെ തന്നെ നോക്കി നിൽക്കുവാണ് ആരോഹി. അതുകൊണ്ട് അവൾ ചോദ്യരൂപത്തിൽ അക്ഷയെ നോക്കി. അതുകൊണ്ട് മറ്റൊന്നുമല്ല, ആ ഹോസ്പിറ്റലിന്റെ ബോർഡ് മെമ്പേഴ്സ് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന അടുത്ത കോൺഫറൻസ് മീറ്റിങ്ങിന് ഇനിയും ഒരാഴ്ച സമയമുണ്ട്. ആ ഒരാഴ്ചക്കുള്ളിൽ ആ പ്രോജക്റ്റ് പഠിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ആ സമയം ടീം വർക്കായി ആ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ആയിരുന്ന ബാക്കി മെമ്പേഴ്സിനോടും ചോദിച്ച് അവരുടെ സജഷൻസ് കേട്ട് അതിൽ നിന്നും ബെസ്റ്റായത് ചൂസ് ചെയ്ത് ആരോഹിക്ക് സ്വന്തമായി നല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി അത് ഫസ്റ്റ് എൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടിയ ശേഷം അത് കോൺഫറൻസ് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്ത് ടെൻഡർ പിടിച്ചെടുക്കണം ആരോഹി. അതാണ് ആരോഹിക്ക് ഞാൻ തരുന്ന ടാസ്ക്. ആരോഹി അതിൽ വിൻ ചെയ്താൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്ത പക്ഷം യു ക്യാൻ ലീവ് ഫ്രം ഹിയർ. വെട്ടുന്ന മുറിയുണ്ട് എന്നതുപോലെ അക്ഷി പറഞ്ഞു നിർത്തിയതും ആരോഹി വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി. സർ, ഈ ജോലി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നേടിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോഹി കുറച്ച് കഷ്ടപ്പെട്ട് ആ ടെൻഡർ കമ്പനിക്ക് വാങ്ങി നൽകണമെന്ന്. ഹോണസ്റ്റ്ലി ഐ എം സെയിങ്, ആരോഹിക്ക് അതിനുള്ള കാലിബർ ഉണ്ട്. താനെന്ന് മനസ്സ് വെച്ചാൽ ഈസി ആയിട്ട് ആ ടെൻഡർ നമുക്ക് പിടിച്ചെടുക്കാം. ഇതൊരു ടാസ്ക് ആയി കണ്ട് താൻ അതിനുവേണ്ടി ട്രൈ ചെയ്ത് നോക്ക്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. തനിക്ക് വേറെ ജോലി നോക്കാം. അക്ഷയ് അർത്ഥം മുറിച്ച് പറഞ്ഞതും ആരോഹി ആകെ ധർമ്മസങ്കടത്തിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ നേരെ പോയി സ്വന്തം സീറ്റിലേക്ക് ഇരുന്നത്. ആരോഹി, തനിക്ക് ആ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം ടു മീ. ഞാനതെല്ലാം ക്ലിയർ ചെയ്തു തരാം. പഴയതുപോലെ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ലാതെ നിറഞ്ഞ ചിരിയോടെ അക്ഷയ് അത് പറയുമ്പോൾ അവനെ നോക്കി ഒന്ന് തലയനക്കാൻ മാത്രമേ ആരോഹിക്ക് കഴിഞ്ഞുള്ളൂ. എങ്ങനെയൊക്കെയോ അന്നത്തെ ദിവസം ഒരുവിധം കടിച്ചു പിടിച്ച് അവൾ ഓഫീസിൽ കഴിച്ചുകൂട്ടി. ജോലി കഴിയാൻ സമയമായി. ഏകദേശം 5 മണിയാകാറായപ്പോൾ അക്ഷതിനോട് യാത്ര പറഞ്ഞ് ആരോഹി ഇറങ്ങാൻ തുടങ്ങിയ നേരത്താണ് അക്ഷിത് അവളെ പിന്നിൽ നിന്ന് വിളിച്ചത്. ആരോഹി, ഒരു മിനിറ്റ്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയതും അക്ഷയ് ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്നു വരുന്നതാണ് കണ്ടത്. എന്ത് സർ, എന്തിനാ വിളിച്ചത്? മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ ആരോഹി ചോദിച്ചു. അത് പിന്നെ ഇന്നലെ താൻ ആവുന്നത്ര പറഞ്ഞതാണ് തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. ഒരു ചെറിയ തൻ്റെ പിഴവ് തൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നലെ കാര്യം അറിയാതെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഐ എം റിയലി സോറി ആരോഹി. പെട്ടെന്ന് അക്ഷയ് അത് പറഞ്ഞതും വിശ്വാസം വരാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നിന്നുപോയി ആരോഹി. കാര്യം മറ്റൊന്നുമല്ല, ഇന്നലെ അവൻ അടുത്തേക്ക് വന്നപ്പോൾ കൈ നീട്ടി അവനെ അടിച്ചവളാണ് താൻ. ഈ നേരം വരെ അതിൻ്റെ പേരിൽ അവനോടൊരു ക്ഷമ ചോദിക്കാൻ തനിക്ക് തോന്നിയില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അത് കുഴപ്പമില്ല സാർ. പിന്നെ ഇന്നലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ സാറിനെ അവൾ കാര്യം പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അക്ഷയ് അവളെ തടഞ്ഞു. അത് കുഴപ്പമില്ല, ഞാനതൊക്കെ അപ്പം തന്നെ വിട്ടുകളഞ്ഞു. ശരി സാർ, ഞാനെങ്കിൽ പൊയ്ക്കോട്ടെ. താൻ പോകുന്നത്? അത് എൻ്റെ സ്കൂട്ടി ഇവിടെ ഉണ്ട് സാർ. ആണോ?
ഓക്കെ, എങ്കിൽ പൊയ്ക്കോളൂ. അക്ഷയത് പറഞ്ഞതും ആരോഹി മുന്നോട്ട് നടന്നു. മാറിന് കുറുകെ കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് അവൾ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്ന അക്ഷയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അറിയാതെ അറിയാതെ അവളുടെ കൈ പതിഞ്ഞിടത്തേക്ക് അവന്റെ കൈ ചേർന്നു. അതേസമയം അക്ഷയോട് സംസാരിച്ചിട്ട് ക്യാബിന് പുറത്തേക്ക് നടന്ന ആരോഹിയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു ഒരു ചെറു പുഞ്ചിരി. എന്തുകൊണ്ടാണ് തനിക്ക് ആ സമയം ചിരി വന്നു പോയതെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയുടെ പുറത്ത് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവളെ തന്നെ നോക്കി കൈ കെട്ടി നിൽക്കുന്ന അക്ഷിയാണ്. പെട്ടെന്ന് അവനെ അപ്രതീക്ഷിതമായി അവിടെ കണ്ടതും അവൾ വേഗം മുഖം തിരിച്ച് ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. അക്ഷി ഒരിക്കലും തന്നെ നോക്കി അവിടെ നിൽക്കുമെന്ന് ആരോഗ്യ പ്രതീക്ഷിച്ചില്ല. അന്ന് വീട്ടിലേക്ക് പോകും വഴിയെല്ലാം അവളുടെ ചുണ്ടിൽ ആ ചിരി മങ്ങാതെ അതുപോലെ തന്നെ നിന്നു. അത്യധികം സന്തോഷത്തോടെയാണ് അവൾ വീട്ടിലേക്ക് വന്ന് കയറിയത്. വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഉമ്മറത്തെവിടെയും വസുതയെ കാണാതായതോടെ അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ അനുപമയോട് എന്തോ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിന്ന വസുതയെ അവൾ പിന്നിലോട് ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മേ, ആഹാ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ആരോഹിയുടെ മുഖത്തെ നിറഞ്ഞ ചിരിയിലേക്ക് നോക്കി വസുത ചോദിച്ചപ്പോഴും ആരോഹി അതേ ചിരിയോടെ നിന്നതേ ഉള്ളൂ. മോള് റൂമിലേക്ക് പൊക്കോ, പോയി വേഷമൊക്കെ മാറി ഫ്രഷായി നിൽക്ക്, അമ്മ ചായ കൊണ്ടുവരാം. ശരിയമ്മേ. അതും പറഞ്ഞ് ആരോഹി നേരെ റൂമിലേക്ക് പോയി. ആരോഹി റൂമിൽ ചെന്ന് 10 മിനിറ്റ് കഴിയും മുമ്പ് വസുതയും അവിടേക്ക് വന്നു. വസുത റൂമിലേക്ക് വരുമ്പോൾ ആരോഹി കുളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. കുളിച്ചിറങ്ങിയ ആരോഹിയെ തന്നെ നോക്കിക്കൊണ്ട് വസുത ബെഡിലേക്കിരുന്നു. എന്താണ്, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നിടവിടാതെ അവൾ വസുതയോട് പറഞ്ഞു. ആഹാ, ഇതിന് ഇന്ന് എന്തുമാത്രം ടെൻഷൻ അടിച്ചാ നീ ഇവിടുന്ന് പോയത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ലെന്ന്. എന്നാലും ഞാൻ സാറിന്റെ സിസ്റ്റർ അനന്യ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരിക്കലും കരുതിയില്ല. അത് അവരുടെ കൂടെ കമ്പനിയല്ലേ, പിന്നെന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ആരോഹി ആലോചനയോടെ വസുതയോട് ചോദിച്ചു. വസുതയും ആ സമയത്ത് ചിന്തിച്ചത് അത് തന്നെയായിരുന്നു. തുടരും. അടുത്ത പാർട്ട് ഇന്ന് തരാം കേട്ടോ. 10 മണിക്ക് ശേഷമേ പോസ്റ്റ് ചെയ്യൂ. കഥ വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര.